നല്ല ചിന്ത. വർഷങ്ങൾക്ക് മുൻപ് മലയാളം മനോരമ ആഴ്ചപ്പതിപ്പിൽ ജോൺ ആലുങ്കൽ എന്ന കഥാകൃത്ത് എഴുതിയ ഒരു ചെറുകഥ. ഈ കഥയിലെ കഥാപാത്രങ്ങൾ നമ്മുടെ തന്നെ അലമാരിയിലെ കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബങ്ങളാണോ? നന്നായി ആലോചിക്കേണ്ടി വരും. കഥയാണിത്. അപരിചിതമായ സ്ഥലത്തെത്തിയ ഒരു സ്ത്രീ തൻ്റെ വിശന്നിരിക്കുന്ന കുഞ്ഞുമായി ഒരു സ്കൂളിൻ്റെ സ്റ്റാഫ് റൂമിലേക്ക് ചെല്ലുന്നിടത്ത് കഥ ആരംഭിക്കുന്നു. കുഞ്ഞിന് ഭക്ഷണം വേണം, നാട്ടിലെത്താൻ ചെറിയൊരു സഹായവും വേണം. ആരുടെയും മുന്നിൽ കൈ നീട്ടി ശീലമില്ല. മടിച്ചാണെങ്കിലും വിദ്യാലയത്തിലേക്കാണല്ലോ, അധ്യാപകരാണല്ലോ, അപമാനിക്കില്ല. സഹായം കിട്ടുമെന്ന ധൈര്യമാണ് കാലുകളെ അങ്ങോട്ട് നയിച്ചത്. മടിച്ച് ആവശ്യം ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. ചിലർ ഇതൊന്നും ശ്രദ്ധിക്കാതെ അവരവരുടെ ലോകങ്ങളിലാണ്. ചിലർക്കൊരു പുച്ഛം, ചിലർക്ക് ഇതെത്ര കണ്ടിരിക്കുന്നു എന്ന ഭാവം. ബുദ്ധിജീവികൾ അവരുടെ കഴിവ് പ്രകടിപ്പിച്ചു. കുട്ടിയുടെ അച്ഛൻ ഉപേക്ഷിച്ചതാണോ? അതോ അച്ഛനില്ലേ, പണിയെടുത്ത് ജീവിച്ചുകൂടെ, വീട്ടിൽ നിന്നും ഇറക്കി വിട്ടതായിരിക്കും. ഇത്രയുമൊക്കെ ആയപ്പോഴേക്കും കൂടുതൽ കേൾക്കാൻ നിൽക്കാതെ ആ സ്ത്രീ അവിടെ നിന്നും രക്ഷപ്പെടുകയാണ്. സമയം കടന്നു പോവുകയാണ്. അവസാനം അവർ രണ്ടും കൽപ്പിച്ച് അടുത്ത് കണ്ട കള്ളുഷാപ്പിനെ ലക്ഷ്യമാക്കി നടന്നു. കുടിച്ച് സമനില തെറ്റിയ ആളുകൾ ഉടുത്ത മുണ്ടഴിച്ച് തലയിൽ കെട്ടി നിക്കർ മാത്രമിട്ട് നിൽക്കുന്ന കൊമ്പൻ മീശക്കാരൻ അകത്തിരുന്ന് എന്തൊക്കെയോ ഉച്ചത്തിലും നാവ് കുഴഞ്ഞ് സംസാരിച്ച് കള്ളുമോന്തുന്ന മുഷിഞ്ഞതും കീറിയതുമായ വസ്ത്രം ധരിച്ചവർ. എന്താ പെങ്ങൾക്ക് കള്ളുഷാപ്പിൽ കാര്യം? ചോദ്യം കൊമ്പൻ മീശക്കാരൻ്റേതാണ്. സ്ത്രീ പേടിച്ചു വിറച്ച് ആവശ്യം പറഞ്ഞു. കൊമ്പൻ മീശക്കാരൻ്റെ ഭാവം മാറി. കണ്ണുകളിലെ രോഷം കാരുണ്യത്തിന് വഴിമാറി. കൊമ്പൻ മീശ പെങ്ങളുടെ സുരക്ഷാ കവചമായി. അയാൾ വിവരം ഉച്ചത്തിൽ തന്നെ ഷാപ്പിലുള്ളവരുമായി പങ്കുവച്ചു. പങ്കുവെക്കലിൻ്റെ ഇടമാണല്ലോ ഷാപ്പ്. മുഷിഞ്ഞു നാറിയ പോക്കറ്റുകളിൽ നിന്ന് ചില്ലറ തുട്ടുകളും നോട്ടുകളും ഡെസ്കിൽ കൂട്ടം കൂടി അമ്മയ്ക്കും കുഞ്ഞിനും വയറു നിറയെ ഭക്ഷണം വാങ്ങിക്കൊടുത്തു. ബസ് സ്റ്റോപ്പ് വരെ കൊമ്പൻ മീശക്കാരനടക്കം 1-2 പേർ അനുഗമിച്ചു. ആ സ്ത്രീക്ക് പോകേണ്ട സ്ഥലത്തേക്കുള്ള ബസ് വന്നു നിന്നപ്പോൾ കണ്ടക്ടറോട് പറഞ്ഞ് ഉത്തരവാദിത്തപ്പെടുത്തി. കൂട്ടത്തിൽ ഒരു ഉപദേശവും. പെങ്ങളെ, ഇങ്ങനത്തെ ഒരാവശ്യവും ഒക്കെ വരുമ്പോൾ വല്ല സ്കൂളിലോ സർക്കാർ ആഫീസിലോ ഒക്കെയേ ചെല്ലാവൂ. കള്ളുഷാപ്പിലൊന്നും കയറരുത്. അതൊക്കെ മോശപ്പെട്ട സ്ഥലമാണ്. ഈ കഥയിൽ നമുക്ക് വല്ല ഗുണപാഠവുമുണ്ടോ? ഞാൻ ഇന്ന് ഒരു കാര്യം, ഈ കഥയായാലിത് വായിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം വിചാരിക്കുകയാണ്. ഞാൻ എൻ്റെ പുസ്തകം എല്ലാം ദൈവമഹത്വത്തിനായി എന്ന പുസ്തകം, 312 പേജുള്ള പുസ്തകം 300 രൂപ വീതം കിട്ടുന്നതിന് വേണ്ടി ഓരോ വീടുകൾ കയറി ഇറങ്ങുകയാണ്. അപ്പോൾ പലരുടെയും ചോദ്യം, ഇത് എന്ത് തരത്തിലുള്ള പുസ്തകമാണ്? സ്പിരിച്വൽ ബുക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിൽ ലെറ്ററൊക്കെ ഉണ്ട്, ആത്മീയ ഗുരുക്കളുടെ. അപ്പോൾ ഒരു വീട്ടിൽ ചെന്ന അവരെല്ലാം പറ്റിക്കണ ആൾക്കാരാ. ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ലെറ്റർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നെ വിശ്വസിക്കണമല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞപ്പോൾ പറയണ അവരൊക്കെ പറ്റിക്കുന്നവരാണ്, പിതാക്കന്മാരും മാർപ്പാപ്പയൊക്കെ. അത് കഴിഞ്ഞ് വേറൊരു വീട്ടിൽ കയറിയപ്പോൾ ബ്രദർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺഗ്രേഷനാണ്.
അപ്പോൾ അവർ ചോദിച്ചു നിങ്ങൾ എവിടെ വീട്? ഞാൻ പറഞ്ഞു നെല്ലിക്കുന്ന് പള്ളിയുടെ അടുത്ത് തന്നെയാണ് വീട്. അപ്പോൾ ഏത് പള്ളിയിലേക്ക് പോവുക? സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് നെല്ലിക്കുന്ന്. ഓ ഞങ്ങളുടെ ഇത് അതല്ല കേട്ടാ, അതുകൊണ്ട് പുസ്തകം വേണ്ട കേട്ടാ. ഓ അങ്ങനെ 2-3 പേര് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ നാലാമത് ഞാൻ അവരുടെ തന്നെ ഒരു പള്ളിയാണ് കാണുന്നത്, വേറെ കോൺഗ്രേഷൻ്റെ ബ്രദർ മാർത്തോമ ബ്രദർ അങ്ങനെയൊക്കെയുള്ള ഒരു പള്ളിയാണ് ഞാൻ കാണുന്നത്. കുർബാന അന്ന് ആഴ്ചയിൽ ഒരിക്കൽ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. നെല്ലിക്കുന്നത്തുള്ളത് തന്നെയാണ്. ഒരു 2-3 പള്ളിയിൽ കയറി. അവിടെ ആൾക്കാരൊന്നും ഇല്ല, ബെല്ലടിച്ചിട്ട് ആരും വരുന്നുമില്ല. ഫാദറിനെ കണ്ടെങ്കിൽ ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ചാരിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഞാൻ എഴുതിയ ബുക്കാണ്, എൻ്റെ 6ാമത്തെ ബുക്കാണ്. 5 ബുക്കുകളും ഞാൻ പാവപ്പെട്ട കുടുംബങ്ങളോട് വിറ്റ് പൈസ എടുത്തോളാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ബുക്ക് മാത്രം ഇനി എനിക്കൊരു ബുക്ക് എഴുതലുണ്ടാവില്ല. അപ്പം ഞാൻ തന്നെ ഇറങ്ങി പുറപ്പെട്ടതാണ്. നാട്ടിലുള്ളവരെയും അതിലെല്ലാവരെയും ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് കൂടി എന്ന് പറഞ്ഞിട്ട് സംസാരിക്കണം. അങ്ങനെ ഒരു സ്ഥലത്ത് സംസാരിച്ചിട്ടുമുണ്ട്, ഇപ്പം മേടിച്ചിട്ടുമുണ്ട് പുസ്തകം. അപ്പോൾ അങ്ങനെ സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ട് 3 പള്ളി ഞങ്ങളുടെ അവർ ഇപ്പോൾ വേറെ കോൺഗ്രേഷനാണ്. അപ്പോൾ അവർക്ക് താല്പര്യമില്ല. ഞാനൊന്ന് പറയട്ടെ, കർത്താവ് അവസാന കാലം എല്ലാ സഭകളുടെയും ഐക്യമാണ് ആഗ്രഹിക്കുന്നത്. ദൈവം ഒന്നേ ഉള്ളൂ. അവിടെ വേറെ തിരിവുകളൊന്നുമില്ല. കർത്താവ് എല്ലാവരെയും സ്നേഹിച്ചിരുന്നു, ജാതി മതഭേദമന്യേ ഇവരെയും ഒരേപോലെ സ്നേഹിച്ചിരുന്നു. പക്ഷേ ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനെ ചോദ്യം വന്നപ്പോൾ 2-3 പള്ളികൾ ഞാൻ കണ്ടപ്പോൾ, വേറെ കോൺഗ്രേഷൻ്റെ പള്ളികൾ കണ്ടപ്പോൾ അവിടെ ആരുമില്ല. അവിടെ പള്ളിയുടെ മുന്നിൽ വലിയ ഷോക്കേസ് ഉണ്ട്, ഓരോ നോട്ടീസൊക്കെ വെക്കാനായിട്ട്. അത് പൂട്ടിയിട്ടില്ല. അപ്പം ഞാൻ ഈ 3 പള്ളിയിലും ഷോക്കേസിൻ്റെ ഗ്ലാസ് നീക്കി എൻ്റെ പുസ്തകം എല്ലാം ദൈവമഹത്വത്തിനായി എന്നുള്ള പുസ്തകം ഈ ഷോക്കേസുകളിൽ വെച്ചു. ഇനി അവരത് കാണുമ്പോൾ എന്താണെന്നെങ്കിൽ ചെയ്യട്ടെ. കർത്താവിനെ വ്യത്യാസമായി കാണുകയാണെങ്കിൽ അവർ ബുക്ക് എൻ്റെ നമ്പറൊക്കെ ഉണ്ട്, വിളിച്ച് തിരിച്ച് തന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. പലതരം ഇത്രയേ ഉള്ളൂ. ഒരു പുസ്തകം മേടിക്കുന്ന കാര്യമാണ്. വലിയ വീടുകളാണ് കയറുന്നത്. ഒരു കുഞ്ഞി ചാള 1 കിലോ മേടിക്കണമെങ്കിൽ 300 രൂപ വേണം. അത്രയും കൂടി ഒരു വില കാണുന്നില്ല. അതാണ് മനുഷ്യൻ്റെ അവസ്ഥ. എത്ര കാശുണ്ടെങ്കിലും. അതെല്ലാം പോട്ടെ, സാരമില്ല. ഞാനത് കുറേ അനുഭവിച്ചിട്ടുള്ളതാണ്. എൻ്റെ ഇതിൽ മുന്നുള്ള 5 പുസ്തകവും ഉണ്ടായപ്പോഴും വീടുകൾ വിറ്റാലും ഞാനും കുറേ കയറി ഇറങ്ങി ചോദിച്ചിട്ടുണ്ട് പുസ്തകം വേണമെന്ന്. പാവപ്പെട്ടവരെ സഹായിക്കാനാണെന്നും പറഞ്ഞ് എഴുതിയ പുസ്തകം കൊണ്ടു നടന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അതിലൊന്നും ഒരു വിഷമവും ഇല്ല, ആരോടും ഒരു പരിഭവവും ഇല്ല. അതങ്ങനെ. ഉപദേശം നിന്ദിക്കുന്നവൻ തനിക്ക് തന്നെ നാശം വരുത്തി വയ്ക്കുന്നു. കൽപ്പന ആദരിക്കുന്നവന് പ്രതിഫലം ലഭിക്കും. ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവയാണ്. മരണത്തിന്റെ കെണികളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അത് സഹായിക്കുന്നു. സദ്ബുദ്ധി പ്രീതി ജനിപ്പിക്കുന്നു. അവിശ്വസ്തരുടെ മാർഗം അവർക്ക് നാശം വരുത്തുന്നു. വിവേകി എന്തും ആലോചനയോടെ ചെയ്യുന്നു. ഭോഷനാകട്ടെ തന്റെ ഭോഷത്വം തുറന്നു കാട്ടുന്നു. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. എൻ്റെ പിതാവിൻ്റെ ആകർഷണതയിലല്ലാതെ എന്നിലേക്ക് ആർക്കും വരുവാൻ സാധിക്കുകയില്ല. യോഹന്നാൻ 6:44. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം
സാഹചര്യം മനസ്സിലാക്കി നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ചില മനുഷ്യരാണ്. ഏറ്റവും വലിയ അനുഗ്രഹം അവരാണ്. അങ്ങനെയുള്ള മനുഷ്യരെ ഒരിക്കലും ജീവിതത്തിൽ നിന്ന് തള്ളിക്കളയരുത്, ഉപേക്ഷിക്കരുത് കേട്ടോ. കാരണം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അവരാണ്. അങ്ങനെയുള്ള മനുഷ്യരെ ചേർത്ത് പിടിക്കുക, കൊണ്ട് നടക്കുക. ദൈവം സഹായിക്കട്ടെ, ദൈവം കൂടെ ഉണ്ടാകട്ടെ. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലത്തിൻ കിളി, പൈങ്കിളി മലത്തിൻ കിളി. തിന്നലും മകളിയോ കുഞ്ഞു തുമ്പി തമ്പുരുമിട്ടിയോ, ഉള്ളിലെ മാമയിൽ നീലപ്പീലികൾ വീശിയോ. എന്റെ ഓർമ്മയിൽ പൂത്തു നിന്നൊരു മഞ്ഞ മന്ദാരമേ, എന്നിൽ നിന്നും പറന്നു പോയൊരു ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലത്തേൻ കിളി. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി. മഞ്ഞു വീണതറിഞ്ഞില്ല, വെയിൽ വന്നു പോയതറിഞ്ഞില്ല. മഞ്ഞു വീണതറിഞ്ഞില്ല, വെയിൽ വന്നു പോയതറിഞ്ഞില്ല. ഓമനേ നീ വരും നാളുമെന്നിരുന്നു ഞാൻ. വന്നു നീ വന്നു നിന്നു നീ എൻ്റെ ജന്മസാഫല്യമേ, വന്നു നീ വന്നു നിന്നു നീ എൻ്റെ ജന്മസാഫല്യമേ.